വചനദീപം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 37 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 37 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകില്ല. വിടുവിൻ, എന്നാൽ നിങ്ങളെയും വിടുവിക്കും. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു. കുരുടനെ വഴികാട്ടുവാൻ കഴിയുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ? ശിഷ്യൻ ഗുരുവിന് മീതെയല്ല. അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെയാകും. എന്നാൽ നീ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുകയും സ്വന്തം കണ്ണിലെ കോൽ വിചാരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദര, നില്ല്, നിന്റെ കണ്ണിലെ കരട് എടുത്തു കളയട്ടെ എന്ന് സഹോദരനോട് പറവാൻ നിനക്ക് എങ്ങനെ കഴിയും? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിലെ കോലെടുത്തു കളക, എന്നാൽ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണുമല്ലോ. ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല, നല്ല വൃക്ഷം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല. ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് അറിയാം. മുള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുകയും ചെയ്യുമാറില്ലല്ലോ. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീട്ടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്ക് അടിച്ച ഉടനെ അത് വീണു. ആ വീട്ടിന്റെ വീഴ്ച വലിയതുമായിരുന്നു. മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തതും വളരെ ലളിതവുമായ ചില കൽപ്പനകൾ നമ്മുടെ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് വിധിക്കരുത് എന്ന കൽപ്പന. എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ വിധിച്ചാൽ നിങ്ങളെയും വിധിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത്. വിധിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ചെയ്യുന്ന ഒരു കാര്യം അത് ശരിയല്ല എന്ന് നാം മനസ്സിൽ തീരുമാനിക്കുകയോ അത് പുറത്തു പറയുകയോ ചെയ്യുന്നതാണ് വിധിക്കുക എന്നതിൻ്റെ അർത്ഥം. ഇത് സാധാരണ ന്യായാധിപന്മാരാണ് ചെയ്യുന്നത്. ജഡ്ജിമാർ, അവരാണ് ഒരു കേസിന്റെ വിധി പ്രസ്താവിക്കുന്നത്. അവർ ആ കേസ് പഠിച്ച് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം ആണ് അവർ വിധി പറയുന്നത്. യേശു തന്റെ ശിഷ്യന്മാരോട് വിധിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പ്രധാന കാരണം അവർ വിധിച്ചാൽ അവരും വിധിക്കപ്പെടും എന്നത് തന്നെയാണ്. അടുത്തതായി താൻ പറയുന്നു, ശിക്ഷയ്ക്ക് വിധിക്കരുത്. ഒരു കാര്യം തെറ്റാണെന്ന് പറയുന്നതാണ് വിധിക്കുക എന്നത്. ശിക്ഷയ്ക്ക് വിധിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഈ ശിക്ഷ ഞാൻ അയാൾക്ക് കൊടുക്കും, അയാൾ ശിക്ഷ അർഹിക്കുന്നു എന്ന് പറഞ്ഞ് ശിക്ഷ കൊടുക്കുകയോ ശിക്ഷ കിട്ടുവാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് ശിക്ഷയ്ക്ക് വിധിക്കുക എന്നതിൻ്റെ അർത്ഥം. യേശു പറഞ്ഞു, നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിച്ചാൽ നിങ്ങളും ശിക്ഷാവിധിയിലാകപ്പെടും. നിങ്ങൾ ശിക്ഷ വിധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകില്ല. അത് കഴിഞ്ഞ് താൻ പറയുന്നു, വിടുവിൻ, എന്നാൽ നിങ്ങളെയും വിടുവിക്കും. വിടുവിൻ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക എന്നാണ് അർത്ഥം. നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളോടും ക്ഷമിച്ചു കിട്ടും. വിധിക്കുക എന്ന കാര്യം കർത്താവ് വളരെ കർശനമായി നിരോധിച്ച ഒരു കാര്യമാണ്. മറ്റൊരാൾ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് നാം തീരുമാനിക്കുകയും അത് പറയുകയും ചെയ്യുക, ഇതാണ് വിധിക്കുക എന്നതിൻ്റെ അർത്ഥം. ഒരു കാര്യം നാം കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യം ചെയ്തു എന്ന് നാം അറിയുമ്പോൾ പെട്ടെന്ന് തന്നെ നാം അതിലൊരു തീരുമാനം പറയുകയാണ്. അതാണ് വിധിക്കുക എന്നതിൻ്റെ അർത്ഥം. ഇത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ ദാവീദ് രാജാവ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1 വർഷത്തിന് ശേഷം നാഥാൻ പ്രവാചകനെ ദൈവം ദാവീദിന്റെ അടുക്കലേക്ക് അയച്ചു. നാഥാൻ ദാവീദിന്റെ അടുക്കൽ വന്ന് ഒരു സംഭവം വിവരിക്കുകയാണ്. അതൊരു കഥയായിരുന്നു. ഒരു മനുഷ്യനൊരു പെണ്ണാട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ അടുത്ത് തന്നെ ഒരു ധനികന് താമസിച്ചിരുന്നു. ധനികന്റെ വീട്ടിലൊരു അതിഥി വന്നപ്പോൾ ഈ പാവപ്പെട്ടവന്റെ പെണ്ണാട്ടിൻകുട്ടിയെ പിടിച്ച് ആ ധനികൻ കറിവെച്ചു. ഇത് കേട്ടപ്പോൾ ദാവീദ് വളരെ കോപിച്ചു. മറ്റു ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ താനൊരു വിധി പ്രഖ്യാപിച്ചു. തന്റെ വിധി എന്തായിരുന്നു?
ആ മനുഷ്യൻ ജീവിച്ചിരിക്കരുത്, അവനെ കൊല്ലണം, ആ ധനികനെ കൊല്ലണം. അവൻ 4 ഇരട്ടി പകരം കൊടുക്കുകയും വേണം, കാരണം അവന് കരുണയില്ലായിരുന്നു. ദാവീദ് വളരെ പെട്ടെന്നാണ് വിധിച്ചത്. പക്ഷേ താൻ ആ വിധി പറഞ്ഞപ്പോൾ താൻ മനസ്സിലാക്കാതിരുന്ന ഒരു കാര്യം, താൻ പറഞ്ഞ വിധി തനിക്ക് തന്നെ എതിരായിട്ടുള്ളതായിരുന്നു. കാരണം ആ പെണ്ണാട്ടിൻകുട്ടിയെ കൊന്ന ധനികനെ പോലെയോ അതിലപ്പുറമോ ദുഷ്ടത ചെയ്തയാളാണ് ദാവീദ്. നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ, നീ പറഞ്ഞ വിധി നിനക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. ഇതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നാം മറ്റുള്ളവരെ വിധിക്കുമ്പോൾ അതേ തോതിൽ നമ്മെയും വിധിക്കും. മറ്റൊരു കാര്യം, വേറൊരാൾ ചെയ്യുന്ന കാര്യം അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ മനുഷ്യരായ നമുക്ക് കഴിയില്ല. ഉദാഹരണത്തിന്, ഒരാൾ എന്തോ പറഞ്ഞ് കോപിച്ച് സംസാരിക്കുന്നു. നമുക്ക് ആ ആൾ അങ്ങനെ പെരുമാറിയത് ശരിയായില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ മനുഷ്യൻ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞു എന്ന് വരികയില്ല. ആ മനുഷ്യൻ കടന്നു പോകുന്ന സാഹചര്യം എന്താണെന്ന് മനസ്സിലായാൽ ഒരുപക്ഷെ നാം ആ സാഹചര്യത്തിലൂടെ കടന്നുപോയാൽ അയാൾ പെരുമാറിയതിലും മോശമായി നാം പെരുമാറിയെന്ന് വരാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നാം മറ്റുള്ളവരെ വിധിക്കുവാൻ ഒരുങ്ങരുത്, അതിന് വലിയ ധൃതി കാണിക്കരുത്. കാരണം അവരുടെ ജീവിത സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല, അത് ദൈവത്തിനെ അറിയൂ. നാം കരുണ കൂടാതെ വിധിച്ചാൽ നമ്മളും വിധിക്കപ്പെടും. വിശ്വാസികളുടെ ഇടയിൽ വളരെയധികം കാണുന്ന ഒരു പാപമാണിത്, മറ്റുള്ളവരെ വിധിക്കുക. എന്നെപ്പോലെ തന്നെ പെരുമാറാത്ത ആളുകൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാത്തവർ, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നവർ, എന്നെപ്പോലെ വേഷം ധരിക്കാത്തവർ, ഭക്തിയുടെ പേരിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യാത്തവർ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ വിധിക്കുക എന്നുള്ളത് ആത്മീയ ഗോളത്തിൽ പൊതുവെ കാണുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് റോമലേഖനം 14 അധ്യായം, ആ അധ്യായത്തിൽ സംശയവിചാരങ്ങളെ വിധിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അവിടുത്തെ വിഷയം, ചില ആളുകൾ മാംസം കഴിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിച്ചിരുന്നു. കാരണം അവരുടെ അമ്പലത്തിലോ ഒക്കെയാണ് മൃഗങ്ങളെ കൊന്നിരുന്നത്. ആ മൃഗങ്ങളുടെ മാംസം കഴിക്കുന്നത് ഒരു വിശ്വാസിക്ക് യോഗ്യമല്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ. വേറെ ചില ആളുകൾ ഭക്ഷണ വസ്തുവല്ലേ, ദൈവത്തിന് സ്തോത്രം ചെയ്ത് കഴിക്കാം എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ. ഈ 2 കൂട്ടരും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നിലയിലുമാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. എന്നാൽ 2 പേരുടെയും തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളുടെ അനന്തരഫലം വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു കൂട്ടർ ഇറച്ചി തിന്നുകയും മറ്റൊരു കൂട്ടർ ഇറച്ചി തിന്നാതിരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവർ പരസ്പരം വിധിക്കും. അയാൾ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് 2 കൂട്ടരും പറയും. ഈ ഭാഗത്ത്, അതായത് റോമലേഖനം 14 അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. ഇനി അതിന്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനനത്രേ. അവൻ നിൽക്കും താനും, അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. നാം ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാത്ത വിശ്വാസികളുണ്ട്. പക്ഷേ ആ വിശ്വാസി ദൈവത്തിൻ്റെ ദാസനാണ്. ദൈവത്തിന് അവനെ സ്വീകാര്യമാണ്. പക്ഷേ എനിക്കവൻ സ്വീകാര്യനല്ല. കാരണം അവൻ എന്നെ പോലെയല്ല. ഞാൻ കഴിക്കുന്ന കാര്യങ്ങൾ അവൻ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കഴിക്കാത്ത കാര്യങ്ങൾ അവൻ കഴിക്കുന്നു. ഞാൻ അവനെ വിധിക്കുകയാണ്. അവൻ ശരിയായ വിശ്വാസിയല്ല എന്ന് ഞാൻ വിധിക്കുകയാണ്. പൗലോസ് പറയുന്നു, നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണിതൊക്കെ. സംശയമാണ്. നമ്മുടെ സംശയത്തിൻ്റെ പേരിൽ ആളുകളെ വിധിക്കുകയാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലർ പറയും, പൗലോസ് തന്നെ വിധിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അതിനാധാരമായി അവർ 1 കൊരിന്ത്യർ 6 അധ്യായമാണ് ഉദ്ധരിക്കുന്നത്. അവിടെ നിങ്ങൾ ലോകത്തെ വിധിക്കും, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്നറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതിയെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് വിധിക്കുന്നത് തെറ്റല്ലെന്നല്ലേ പൗലോസ് പറയുന്നത് എന്ന് ചില ആളുകൾ വാദിക്കും. പക്ഷേ 1 കൊരിന്ത്യർ 6 അധ്യായത്തിലെ വിഷയം എന്താണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. കൊരിന്ത്യയിലുള്ള 2 സഹോദരന്മാർ തമ്മിൽ വഴക്കാണ്. വഴക്ക് മൂത്ത് അത് അവർ സഭയിൽ പറയുകയോ അതിനൊരു
പരിഹാരമുണ്ടാക്കിയോ ചെയ്യുകയല്ല, മറിച്ച് ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെതിരെ കോടതിയിൽ അവിശ്വാസിയായ ജഡ്ജിയുടെ മുമ്പിൽ കേസിന് പോയിരിക്കുകയാണ്. ഇതിനെ വിമർശിച്ചുകൊണ്ടാണ് പൗലോസ് 6-ാം അധ്യായം എഴുതുന്നത്. അവിടെ താൻ പറയുന്നത്, എന്തൊരു നാണക്കേടാണ് വിശ്വാസികളായ നിങ്ങൾ അവിശ്വാസികളായ ജഡ്ജിമാരുടെ മുമ്പിൽ കേസും കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഭാവിയിൽ ലോകത്തെ വിധിക്കുന്നവരാണ്, അവരാണ് വിശുദ്ധന്മാർ. അങ്ങനെയുള്ള വിശുദ്ധന്മാരായ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിലുള്ള ഒരു ചെറിയ പ്രശ്നം പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ലേ? പിന്നീട് താൻ പറയുന്നു, ആരെങ്കിലും നിങ്ങളെ ദ്രോഹിച്ചാൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സഹോദരൻ നിങ്ങളെ ദ്രോഹിച്ചാൽ, നിങ്ങൾക്ക് നഷ്ടമുണ്ടായാൽ ആ നഷ്ടം നിങ്ങൾ സഹിക്കുകയാണ് വേണ്ടത്, അല്ലാതെ കേസിന് പോവുകയല്ല. ഈ സാഹചര്യത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനുള്ള ആത്മീയ പക്വതയുള്ളവർ ആരും അവിടെ ഇല്ലേ എന്ന് അദ്ദേഹം പരിഹസിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ലാതെ ആ വാക്യം മറ്റുള്ളവരെ വിധിക്കുവാൻ വേണ്ടിയുള്ള ഒരു വാക്യമായിട്ട് തെറ്റിദ്ധരിക്കരുത്. പിന്നെ വിശ്വാസികൾ വിധിക്കണം, അത് മറ്റുള്ളവരെയല്ല, തന്നെത്താൻ വിധിക്കണം. കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നാം തന്നെത്താൻ ശോധന ചെയ്യണം. കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ താൻ പറയുന്നുണ്ട്, അതിൽ നിന്ന് പങ്കെടുക്കുന്നവർ തന്നെത്താൻ ശോധന ചെയ്യണം. നാം നമ്മെ തന്നെ വിധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിനെതിരായ എന്തെങ്കിലും കാര്യമുണ്ടോ? ദൈവാത്മാവിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അത് നാം തന്നെ വിധിക്കണം, നാം തന്നെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തണം. പക്ഷേ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവവചനം നമ്മെ അനുവദിക്കുന്നില്ല. കർത്താവ് പറയുന്ന ഈ കാര്യങ്ങൾ താൻ ഇതിനു മുമ്പ് പറഞ്ഞ മറ്റൊരു തത്വത്തിൻ്റെ തുടർച്ചയാണ്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതുപോലെ മറ്റുള്ളവരോടും പെരുമാറുക. മറ്റുള്ളവരെ നിങ്ങൾ വിധിച്ചാൽ നിങ്ങൾ വിധിക്കപ്പെടും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിച്ചാൽ, മറ്റുള്ളവരോട് നിങ്ങൾ കരുണയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും. 38-ാം വാക്യത്തിൽ, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ഭൗതികമായ നന്മകൾ പല ആളുകളും കരുതുന്നത് അത് നമുക്കും അനുഭവിക്കാൻ, നമുക്ക് ഈ ലോകത്തിൽ സുഖമായി ജീവിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് എന്നാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭൗതിക നന്മകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്, സംശയമില്ല. എന്നാൽ പലപ്പോഴും ദൈവം അതിൽ കൂടുതൽ നമുക്ക് നൽകും. മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ തന്നെ ചില കാര്യങ്ങൾ നാം വേണ്ടെന്ന് വെച്ച് ത്യാഗപൂർണമായി ദൈവത്തിനു വേണ്ടി കൊടുക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ആ നിലയിൽ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഏത് രീതിയിലാണോ അളന്ന് ദൈവത്തിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്കും അളന്നു തരും. നിങ്ങൾ ഏത് മനോഭാവത്തിലാണ് ദൈവത്തിന് കൊടുക്കുന്നത്, അതുപോലെയൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്കും ലഭിക്കുക എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ അളക്കുന്ന അളവിനാൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ഇതിന് ശേഷം താൻ അവരോടൊരു ഉപമ പറയുകയാണ്. താൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറ്റുള്ള ഗുരുക്കന്മാർ പഠിപ്പിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. മറ്റാരും പഠിപ്പിച്ച കാര്യങ്ങളല്ല താൻ ഇതുവരെ പഠിപ്പിച്ചത്. അനേക ഗുരുക്കന്മാർ, അനേക നേതാക്കന്മാർ അവർക്കുണ്ടായിരുന്നെങ്കിലും യേശു അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു. ഇവിടെ യേശു പറയുന്നു, കുരുടന്മാരാണ് വഴി കാട്ടുന്നതെങ്കിൽ വഴി കാട്ടുന്നവനും അനുഗമിക്കുന്നവനും കുഴിയിൽ വീഴും. ഇതാണ് കർത്താവ് പറഞ്ഞ ഉപമ. എന്നുവെച്ചാൽ ഇതുവരെ നിങ്ങളെ നടത്തിയവർക്കാർക്കും വാസ്തവമായി നിങ്ങളെ നല്ല വഴിക്ക് നടത്തുവാനുള്ള യോഗ്യത ഇല്ല. യേശു പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം യേശു തന്നെ തൻ്റെ സ്വന്തം ജീവിതത്തിൽ പാലിച്ചു. അതുകൊണ്ട് തനിക്കിതൊക്കെ പറയുവാനുള്ള അധികാരവും പ്രാഗൽഭ്യവും ഉണ്ടായിരുന്നു. യേശുവിനെ അനുഗമിക്കുന്നവൻ അവൻ ഇരുളിൽ നടക്കുകയില്ല, കുഴിയിൽ വീഴുകയില്ല. പിന്നെ താൻ പറഞ്ഞൊരു കാര്യം, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെയാകും. നിങ്ങൾ ആരെ പിൻചെല്ലുന്നുവോ, ആരെ അനുഗമിക്കുന്നുവോ, ആ വ്യക്തിയോളമാകാനേ നിങ്ങൾക്ക് സാധിക്കൂ. അതിനപ്പുറമാകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഈ ലോകത്തിലുള്ള ഏത് മനുഷ്യനെ പിൻപറ്റുന്ന ആളും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഹീറോ ഒരു സിനിമാ താരമായിരിക്കും, ഒരു സ്പോർട്സ് താരമായിരിക്കും, ഒരു രാഷ്ട്രീയ നേതാവായിരിക്കും, പോട്ടെ ഒരു ആത്മീക നേതാവായിരിക്കും.
പക്ഷെ നിങ്ങൾ ആ ആളുകളെ, ആ മനുഷ്യരെ പിൻചെല്ലുമ്പോൾ നിങ്ങൾക്ക് പരമാവധി വളരാൻ കഴിയുക ആ മനുഷ്യനോളമാണ്. അതിനപ്പുറം വളരാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ പിൻചെന്നാലോ തീർച്ചയായും നിങ്ങളുടെ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് വളരാൻ സാധിക്കും. കാരണം അവനോളമാകുവാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. പിന്നെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിനെക്കുറിച്ചാണ് 41-42 വാക്യങ്ങളിൽ നാം കാണുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവർ, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവർക്ക് പ്രശ്നമല്ല. സ്വന്തം കണ്ണിൽ കോലിരിക്കെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് എടുക്കാൻ പോകുന്നവർ, കർത്താവ് അവരെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. കപടഭക്തിക്കാര എന്നാണ് അങ്ങനെയുള്ളവരെ താൻ വിളിക്കുന്നത്. പിന്നെ 43-44 വാക്യങ്ങൾ, ഒരു മനുഷ്യൻ പുറപ്പെടുവിക്കുന്ന ഫലത്തിൽ നിന്നും ആ മനുഷ്യന്റെ ഉള്ളിൽ എന്താണ് എന്നറിയുവാൻ കഴിയും എന്നാണ് താൻ പറയുന്നത്. ഈ ഫലം 45-ാം വാക്യത്തിന്റെ അവസാനം നാം കാണുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നു എന്ന് വച്ചാൽ, ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള കാര്യം ഫലമായി പുറത്തു വരുന്നത് അവന്റെ വായിലൂടെയുള്ള വാക്കുകൾ വഴിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല മനുഷ്യൻ, അവന്റെ ഉള്ളിൽ നിന്നും നല്ല വാക്കുകൾ വരും. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നും ചീത്തയായ വാക്കുകളും ശാപവാക്കുകളുമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അതാണ് അവൻ്റെ ഉള്ളിലെന്നാണ്. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. എനിക്കറിയാം, നിങ്ങൾ പല ആളുകളും ചീത്ത വിളിക്കുന്നതും ആളുകളെ ശപിക്കുന്നതുമൊക്കെ കേട്ടിട്ടുണ്ട്. ചിലർ പരസ്യമായി മറ്റുള്ളവരെ ചീത്ത വിളിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ചീത്ത വിളിക്കുന്ന ആളുകളുടെ മനോഭാവം, ഞാൻ അവനെ കളിയാക്കി, അവനെ ചീത്ത വിളിച്ചു, എന്തോ ഒരു വലിയ കാര്യം ചെയ്ത പോലെയാണ് അവർ പറയുന്നത്. പക്ഷേ അവർ ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തൻ്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് മറ്റുള്ളവരെ അറിയിക്കുകയാണ് ചെയ്തത്. ശപിക്കുന്നവർ, ഉറക്കെ ശകാരിക്കുന്നവർ, ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവർ, അവർ മറ്റുള്ളവരുടെ മുമ്പാകെ അവർ എത്ര മോശക്കാരാണെന്ന് തെളിയിക്കുകയാണ്. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് പ്രസ്താവിക്കുന്നത്. 46 മുതലുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ഉപദേശത്തെയും അത് അനുസരിക്കേണ്ട ആവശ്യകതയെയും കുറിച്ചാണ് പറയുന്നത്. അനേകർ യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്. ഇന്നും അനേക ആളുകൾ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ തന്നെ കർത്താവേ എന്ന് വിളിക്കുന്ന ആളുകളോട് യേശുവിന് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ഈ ഒരു ചോദ്യം യേശു കർത്താവ് എല്ലായ്പ്പോഴും ആളുകളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്തും താൻ ചോദിച്ചു, ഇന്നും അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അനേക ആളുകൾ തന്നെ കർത്താവ് എന്ന് വിളിക്കും, പക്ഷെ താൻ പറയുന്നത് അനുസരിക്കാൻ അവർക്ക് മനസ്സില്ല. കർത്താവ് എന്ന് പറഞ്ഞാൽ യജമാനൻ, ഉടമസ്ഥൻ എന്നാണ്. ഞാൻ യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം യേശുവാണ് എൻ്റെ ഉടമസ്ഥൻ എന്ന് ഞാൻ അംഗീകരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉടമസ്ഥൻ പറയുന്നത് അനുസരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാനത് ചെയ്യാതിരുന്നാൽ എൻ്റെ ഉടമസ്ഥൻ എന്നോട് ചോദിക്കും, നീ എന്നെ കർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷേ നീ എന്നെ അനുസരിക്കുന്നില്ല. യേശുവിനെ കർത്താവെന്ന് വിളിക്കുകയും താൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച് ഒരു ഉപമ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അനുസരിക്കാതെ യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുന്നവർ അടിസ്ഥാനമില്ലാതെ വീട് പണിയുന്നവരാണ്. അവരുടെ വീട് പുറമേ നിന്ന് നോക്കിയാൽ വലിയ കുഴപ്പമില്ല. അവരുടെ വാക്കുകൾ, അവർ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ട്, ഉറക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റ് പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും യേശു അവരോട് പറഞ്ഞ കാര്യം ചെയ്യാൻ അവർക്ക് മനസ്സില്ല. അവരുടെ പ്രശ്നം അവർക്ക് അടിസ്ഥാനമില്ല. ഒരു മഴ വന്നാൽ, ഒരു വെള്ളപ്പൊക്കം വന്നാൽ അവരുടെ വിശ്വാസം തകരും. കാരണം അവർ യേശുവിനെ അനുസരിക്കാൻ മനസ്സില്ലാത്തവരാണ്. അങ്ങനെ വീഴുന്ന വീഴ്ച അത് വലിയ വീഴ്ചയായിരിക്കുമെന്നാണ് പറയുന്നത്. ആ വീടിൻ്റെ വീഴ്ച വലിയതായിരുന്നു എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം യേശുവിനെ അനുസരിക്കാതിരുന്നാൽ വലിയ ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നത്.
യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ കേട്ടത് നല്ലതെന്ന് പറയുന്ന ആളുകളുണ്ട്. യേശുവിൻ്റെ ജീവിതം കണ്ട് അവനൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. യേശു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ മനസ്സുണ്ടോ? അങ്ങനെ മനസ്സില്ലാത്തവർ ബുദ്ധിയില്ലാത്ത വിഡ്ഢികളാണെന്നാണ് യേശു പറഞ്ഞത്. യേശുവിൻ്റെ ഗിരിപ്രഭാഷണം ലോകത്തിലുള്ള അനേകർ അംഗീകരിക്കുകയും അനേകർ അത് നല്ലതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അനുസരിക്കാൻ മനസ്സില്ലാത്തവരെ ഈ ഗിരിപ്രഭാഷണത്തിൽ തന്നെ യേശു വിളിക്കുന്നു, വിഡ്ഢികളാണ്, ബുദ്ധിയില്ലാത്തവരാണ്. പ്രിയ സുഹൃത്തേ, നിങ്ങൾ യേശുവിൻ്റെ വചനം അനുസരിക്കുമോ? അവൻ പറയുന്ന കൽപ്പനകൾ അനുസരിക്കുമോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ അടിസ്ഥാനമുള്ളവരായി നിലനിൽക്കുന്ന ബുദ്ധിമാന്മാരായി